വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. വരാനിരിക്കുന്ന ഓവർസിയർ തേർഡ് ഗ്രേഡ് സെക്കൻഡ് ഗ്രേഡിൻ്റെ സിലബസ് പ്രകാരമുള്ള ടണൽ എഞ്ചിനീയറിംഗിലെ കുറച്ച് പോർഷൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് ഗ്രേഡിൻ്റെയൊക്കെ ടോപ്പിക്ക് നോക്കി അറിയാം, അല്ലെങ്കിൽ എയുടെയൊക്കെ ടോപ്പിക്ക് നോക്കി അറിയാം. അത്യാവശ്യം ഇച്ചിരി കുറച്ചധികം പഠിക്കാനുണ്ട്. പക്ഷേ ഇതിൽ റൂൾസിൻ്റെ കാര്യം മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ പോർഷൻസാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ടണൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ആദ്യം എന്താണ് ടണൽ എന്നറിയണം. അതൊരു അണ്ടർഗ്രൗണ്ട് പാസേജാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റോക്കോ മൗണ്ടെയിനോ ഹില്ലി ഏരിയയിലോ അപ്പോൾ അങ്ങനെ സോയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഏരിയ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ എക്സ്കവേറ്റ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ടണൽ സെറ്റ് ചെയ്യുന്നത്. എക്സ്കവേറ്റ് എന്ന് പറയുമ്പോൾ കുഴിച്ചെടുത്തിട്ടല്ല, യഥാർത്ഥം പറഞ്ഞ ഒരു തുരങ്കമാണ് ടണൽ എന്ന് പറയുന്നത്. അത് എന്തിനൊക്കെ വേണ്ടിയെന്ന് വെച്ചാൽ മെയിൻ ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ വാട്ടർ സപ്ലൈ, സീവേജ് കൊണ്ടുപോകാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ടണൽസ് യൂസ് ചെയ്യുന്നുണ്ട്. A tunnel is an underground passage constructed through soil, rock or mountain for transportation, water supply, railways, highways. Okay. ഇനി എന്താണ് ടണലിൻ്റെ പർപ്പസ് എന്നറിയണ്ടേ? ഷോർട്ടൻ റൂട്ട് ലെങ്ത്, അവോയ്ഡ് സ്റ്റീപ്പ് ഗ്രേഡിയൻറ്റ്, ക്രോസ് ഹിൽസ് ആൻഡ് മൗണ്ടെയിൻസ്, പ്രൊവൈഡ് എക്കണോമിക്കൽ ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ നമ്മുടെ ഇപ്പം നല്ല ലെങ്തുള്ളൊരു റോഡാണെങ്കിൽ അവിടെ നമ്മൾ ടണൽസൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ലെങ്ത് നമുക്ക് ഷോർട്ടൻ ചെയ്യാൻ പറ്റും. അതുപോലെ ഗ്രേഡിയൻസിൻ്റെയൊക്കെ ആ സ്റ്റീപ്നെസ് കുറയ്ക്കാൻ പറ്റും. ഹില്ലും മൗണ്ടെയിനും ഒക്കെ ക്രോസ് ചെയ്ത് ഈസി ആയിട്ട് പോകാൻ പറ്റും. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻസൊക്കെ അത്യാവശ്യം നമുക്ക് എക്കണോമിക്കലാക്കാൻ പറ്റും. അതുപോലെ എന്തൊക്കെ കമ്പോണൻസ് ആണ് ടണലിനുള്ളതെന്നാണ് അടുത്ത് പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ, ക്രൗൺ, ഹോഞ്ച്, സൈഡ് വാൾ, സ്പ്രിങ്ങിങ്, ഇൻവേർട്ട്, ടണൽ ലൈനിങ്, ഡ്രെയിനേജ് സിസ്റ്റം. അതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന ക്രൗണാണ്. ക്രൗൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടണലിൻ്റെ ആ ഒരു ടോപ്പ് മോസ്റ്റ് പോർഷൻ നമുക്കറിയാം, ഏകദേശം എല്ലാത്തിനും നമുക്ക് കർവ്ഡ് ഷേപ്പ് തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ അപ്പർ മോസ്റ്റ് ആയിട്ടുള്ള കേർവ്ഡ് പോർഷനെയാണ് നമ്മൾ ക്രൗൺ എന്ന് പറയുന്നത്. അപ്പർ മോസ്റ്റ് കേർവ്ഡ് പോർഷൻ ഓഫ് ടണലാണ് ക്രൗൺ. ഇതിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ, സൈസിൻ്റെ റൂൾസ് എന്ന് പറയുന്നത് അതിൻ്റെ തിക്നെസ് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അവിടുത്തെ എർത്ത് പ്രഷർ, റോക്ക് പ്രഷർ, ടണൽ സ്പാനിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ക്രൗണിൻ്റെ തിക്നെസ് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അവിടുത്തെ എർത്ത് പ്രഷർ എങ്ങനെയാണ്, റോക്കിൻ്റെ പ്രഷർ എങ്ങനെയാണ്, ടണലിൻ്റെ സ്പാൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ റൂഫിൻ്റെ ലോഡ്സ്, കാരണം ടോപ്പ് മോസ്റ്റ് പോർഷൻ ആണല്ലോ, അപ്പോൾ റൂഫ് ലോഡ്സ് ക്യാരി ചെയ്യാൻ പറ്റും. ആ ലോഡിനെ സൈഡ് വാളിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഫങ്ഷനിൽ വരുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്ന രണ്ടാമത്തെ കമ്പോണൻ്റ് സൈഡ് വാളാണ്. അപ്പോൾ സൈഡ് വാൾ എന്ന് പറയുമ്പം നമ്മുടെ ക്രൗണിനെ തന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആ ഒരു വേർട്ടിക്കൽ പോർഷനെയാണ് നമ്മൾ സൈഡ് വാൾ എന്ന് പറയുന്നത്. ക്രൗണ് അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന വെർട്ടിക്കൽ പോർഷനെയാണ് നമ്മൾ സൈഡ് വാൾ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ അതിൻ്റെ തിക്നെസ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് എന്തിൻ്റെ ബേസിസിലെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ടണലിൻ്റെ ഹൈറ്റ്, അതുപോലെ തന്നെ എർത്ത് പ്രഷർ, വാട്ടർ പ്രഷർ. ഇവിടെ വാട്ടറിൻ്റെ ബേസിസിലാണെങ്കിൽ വാട്ടർ പ്രഷറൂടെ വരും. വാട്ടർ പ്രഷർ, എർത്ത് പ്രഷർ, ടണലിൻ്റെ ഹൈറ്റ്, ഇതൊക്കെയാണ് ഇതിൻ്റെ സൈസ് റൂൾസിൽ പറയുന്നത്. അതുപോലെ തന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം, ലാറ്ററൽ എർത്ത് പ്രഷർ റെസിസ്റ്റ് ചെയ്യുന്നത് സൈഡ് വാൾസ് ആണ്. അതൊരു മെയിൻ ഫങ്ഷനാണ്. ലാറ്ററൽ എർത്ത് പ്രഷർ റെസിസ്റ്റ് ചെയ്യുന്നത് സൈഡ് വാൾസ് ആണ്. അതുപോലെ ആർച്ച് ആക്ഷൻസ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ആർച്ച് ആക്ഷൻസ് ബേസ്ഡ് ആണ്. അടുത്ത് പറയുന്ന കമ്പോണൻ്റ് ആണ് ഹോഞ്ച്. ഹോഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ കർവ്ഡ് പോർഷൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ആ ഒരു കർവ്ഡ് പോർഷൻ്റെ ഇടയിലുള്ള ക്രൗൺ ആൻഡ് സൈഡ് വാൾ ആണ് ഹോഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കർവ്ഡ് പോർഷൻ ബിറ്റ്വീൻ ക്രൗൺ ആൻഡ് സൈഡ് വാൾ, ക്രൗൺ ആൻഡ് സൈഡ് വാൾ ആണ് ഹോഞ്ച്. കർവ്ഡ് പോർഷൻ ബിറ്റ്വീൻ ക്രൗൺ ആൻഡ് സൈഡ് വാൾ. ഇതിൻ്റെ റൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ ഇത് ഡിസൈൻ ചെയ്യുന്നത് ടു ഡിസ്ട്രിബ്യൂട്ട് ലോഡ്സ് സ്മൂത്ത്ലി, എന്ന് വെച്ചാൽ നല്ല സ്മൂത്തായിട്ട് ലോഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഡിസൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ തിക്നെസ് ജനറലി സിമിലർ ടു ക്രൗൺ ലൈനിങ്. ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്, ഹോഞ്ചിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ക്രൗണിൻ്റെ ലൈനിങ്ങിൻ്റെ തിക്നെസ് എങ്ങനെയാണോ അത് സെയിം ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ സ്ട്രെസ്സിൻ്റെ കോൺസെൻട്രേഷൻസ് റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഹോഞ്ച്. സ്ട്രെസ് കോൺസെൻട്രേഷൻ റെഡ്യൂസ് ചെയ്യാൻ ഹോഞ്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത് പറയുന്ന സ്പ്രിങ്ങിങ് ആണ്. സ്പ്രിങ്ങിങ് എന്ന് പറയുമ്പോൾ പോയിൻറ്റ് വെയർ ദ ആർച്ച് സ്റ്റാർട്ട്സ് ഫ്രം ദ സൈഡ് വാൾ. ഓക്കെ, ആർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്ന്? ഫ്രം ദ സൈഡ് വാൾ. ആ സൈഡ് വാളിൽ നിന്ന് ആർച്ച് സ്റ്റാർട്ട് ചെയ്യുമല്ലോ. സോ ആ ഒരു പോയിൻറ്റിനെയാണ് സ്പ്രിങ്ങിങ് എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ ആർച്ച് എന്ന് പറയുന്ന ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ ആർച്ച് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് റിലേറ്റ് ചെയ്താൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്നുവെച്ചാൽ അതിലുള്ള കുറച്ച് ടേംസുമായിട്ട് റിലേറ്റഡ് ആണ്. പോയിൻറ്റ് വെയർ ദ ആർച്ച് സ്റ്റാർട്ട്സ് ഫ്രം ദി സൈഡ് വാൾ ആണ് സ്പ്രിങ്ങിങ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ റൂൾസ് എന്ന് പറയുമ്പോൾ അതെപ്പോഴും സേഫ്ലി ആയിരിക്കണം. ട്രാൻസ്ഫർ ആർച്ച് ത്രസ്റ്റ് ടു സൈഡ് വാൾ. അവിടെ വരുന്ന ആർച്ച് ത്രസ്റ്റ് ആണ്. ആ ആർച്ച്
കംപ്രസ്ഡ് സൈഡ് വാളാണ് വരുന്നത്. ഇനി ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ആ ലോഡ് ട്രാൻസ്ഫർ പോയിൻറ്റ്സ്, ഓക്കെ, ആ ഒരു ലോഡ് ട്രാൻസ്ഫർ ചെയ്യണം, അത് തന്നെയാണ് മെയിനായിട്ട് പറയുന്നത്. നെക്സ്റ്റ് കമ്പോണൻസ് ഇൻവേർട്ടാണ്. ഇൻവേർട്ട് എന്ന് പറയുമ്പോൾ ബോട്ടം കേർവ്ഡ് പോർഷൻ കണക്റ്റിംഗ് സൈഡ് വാൾ, ബോട്ടം കേർവ്ഡ് പോർഷൻ കണക്റ്റിംഗ് സൈഡ് വാൾ, അതാണ് ഇൻവേർട്ട് എന്ന് പറയുന്നത്. ബോട്ടം കേർവ്ഡ് പോർഷനെയാണ് പറയുന്നത്. ഓക്കെ, അതും സൈഡ് വാളിൽ കണക്റ്റഡ് ആണ്. ഇതിൻ്റെ തിക്നെസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അവിടുത്തെ അപ്വേർഡ് സോയിൽ പ്രഷറിന്. ശ്രദ്ധിക്കുക, അപ്വേർഡ് സോയിൽ പ്രഷർ വാട്ടർ പ്രഷറാണ്. ഫങ്ഷൻസ് പ്രിവെൻറ്റ് ഇൻവേർഡ് മൂവ്മെൻറ്റ് ഓഫ് സൈഡ് വാൾസ് ആൻഡ് കംപ്ലീറ്റ്സ് സ്ട്രക്ചറൽ റിംഗ്. പ്രിവെൻറ്റ് ഇൻവേർഡ് മൂവ്മെൻറ്റ് ഓഫ് സൈഡ് വാൾ എന്ന് വെച്ചാൽ ഇൻവേർഡ് മൂവ്മെൻറ്റ്, സൈഡ് വാളിൻ്റെ ആ ഒരു ഇൻവേർഡ് മൂവ്മെൻറ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു സ്ട്രക്ചറൽ റിംഗ് കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട്. എന്തെന്ന് പറയുന്നത്, ഇൻവേർട്ട് എന്ന് പറയുന്നത്. അടുത്ത എന്താണ് ടണൽ ലൈനിങ് എന്ന് നോക്കാം. ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ പോലെ നമ്മുടെ ടണലിൻ്റെ അകത്ത് ഇൻസൈഡിൽ കൊടുക്കുന്നതാണ് ടണൽ ലൈനിങ് എന്ന് പറയുന്നത്. ഈ ടണൽ ലൈനിങ് എന്ന് പറയുമ്പോൾ ആ നാച്ചർ ഓഫ് സോയിൽ, നാച്ചർ ഓഫ് റോക്ക്, അവിടുത്തെ വാട്ടർ പ്രഷർ, ടണലിൻ്റെ ഡയമീറ്റർ, ഇതിനെയൊക്കെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്. ടണൽ ലൈനിങ് എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ടണലിൻ്റെ ആ ഒരു റൂഫ് പോർഷന് സ്ട്രെങ്തും സ്റ്റെബിലിറ്റിയും എല്ലാം കൊടുക്കുന്നത് ഈ പറയുന്ന ലൈനിങ്. അതുപോലെ ടണൽ ലൈനിങ്ങിന് വേണ്ടിയിട്ട് ബ്രിക്ക് മേസണറി, സ്റ്റോൺ മേസണറി, കോൺക്രീറ്റ്, റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ലൈനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ലൈനിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറയണം. നമ്മൾ ടണലിന് ലൈറ്റിങ്ങും പ്രൊവൈഡ് ചെയ്യാറുണ്ട്, വെന്റിലേഷനും പ്രൊവൈഡ് ചെയ്യാറുണ്ട്, ഡ്രെയിനേജും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതിൽ ഡ്രെയിനേജിൻ്റെ കാര്യം നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ടണലിൻ്റെ അകത്തൂടെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും, ഭയങ്കര ഡാർക്കായിട്ടാണ് കിടക്കുന്നത്, ഇരുണ്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ സ്വാഭാവികമായിട്ട് ലൈറ്റിംഗ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ലൈറ്റിംഗ് പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ അസറ്റിലിൻ ഗ്യാസ് ലൈറ്റിംഗ്, ഇലക്ട്രിക് ലൈറ്റിംഗ്, അതുപോലെ ലാൻറ്റേൺ ആൻഡ് ലാമ്പ് ബേണിംഗ് ഒക്കെയാണ്, കോൾ ഗ്യാസ് ലൈറ്റിംഗ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി വെന്റിലേഷൻ്റെ കാര്യം പറയാനാണെങ്കിൽ നമ്മുടെ സിലബസിൽ അങ്ങനെ വെന്റിലേഷൻ എടുത്ത് പറയുന്നില്ല, അപ്പോൾ ഡീപ്പായിട്ട് അത് പഠിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ വെന്റിലേഷൻ ഓഫ് ടണൽസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് എയറും ലൈറ്റും ഒക്കെ അകത്തോട്ടേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെന്റിലേഷൻ കൊടുക്കുന്നതെന്ന് അറിയാം. അത് തന്നെ രണ്ട് രീതിയിൽ കൊടുക്കാം നമുക്ക്. ടെമ്പററി വെന്റിലേഷനും കൊടുക്കാം, പെർമനൻറ്റ് വെന്റിലേഷനും കൊടുക്കാം. ടെമ്പററി വെന്റിലേഷൻ എന്ന് പറയുമ്പോൾ ടണൽസിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്നതാണ് ടെമ്പററി വെന്റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത് നമ്മുടെ ടണൽ ഡയമെൻഷൻസ് ബേസ് ചെയ്തിരിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സാണ്. ടണലിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ലോഡിംഗ് ഗേജ്, സ്ട്രക്ചറൽ ഗേജ്, വെന്റിലേഷൻ റിക്വയർമെൻറ്റ്, ഡ്രെയിനേജ് റിക്വയർമെൻറ്റ്സ്, ഇതിനെയൊക്കെ, അതുപോലെ ടൈപ്സ് ഓഫ് ട്രാഫിക്, ഫ്യൂച്ചർ എക്സ്പാൻഷൻ, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ്. ഇനി അതുപോലെ ലോഡിംഗ് ഗേജ്, നമ്മുടെ ടണലിങ്ങിന് വരുന്ന ലോഡിംഗ് ഗേജ് എന്താണെന്ന് നോക്കാം. ലോഡിംഗ് ഗേജ് എന്ന് പറയുമ്പോൾ മാക്സിമം ഡയമെൻഷൻ ഓഫ് റോളിംഗ് സ്റ്റോക്കിനെയാണ് നമ്മൾ ലോഡിംഗ് ഗേജ് എന്ന് പറയുന്നത്. അതുപോലെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടണൽസ് ഡയമെൻഷൻസ് എന്ന് പറയുമ്പം മസ്റ്റ് എക്സീഡ് ലോഡിംഗ് ഗേജ് ആണ്. ഓക്കെ, ടണൽ ഡയമെൻഷൻസ് മസ്റ്റ് എക്സീഡ് ലോഡിംഗ് ഗേജ്, എങ്കിൽ മാത്രമേ നമുക്കത് കറക്റ്റ് ആ ഒരു മെയിൻ്റനൻസ് വർക്കൊക്കെ കുറച്ച് എക്കണോമിക്കലായിട്ട് നമുക്കിത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ലോഡിംഗ് ഗേജാണ് പറഞ്ഞത്. സ്ട്രക്ചറിൻ്റെ ഗേജ് പറയുകയാണെങ്കിൽ മിനിമം ക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ട്രെയിൻ ആൻഡ് ടണൽ സ്ട്രക്ചേഴ്സാണ്. ഇതിപ്പോൾ നമ്മൾ റിലേറ്റ് ചെയ്ത് പറഞ്ഞു പോകുന്നത് റെയിൽവേ ട്രാക്കിൻ്റെ ബേസ് ചെയ്ത്, അല്ലെങ്കിൽ റെയിൽവേ എഞ്ചിനീയറിംഗ് കൂടെ ബേസ് ചെയ്തിട്ടുള്ള ടണലാണ്. അപ്പോൾ മിനിമം ക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ട്രെയിൻ ആൻഡ് ടണൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ ഗേജ് എന്ന് പറയുന്നത്. ഒരു സേഫ്റ്റി ക്ലിയറൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ക്രൗൺ തിക്നെസ്, ക്രൗൺ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ക്രൗണിൻ്റെ തിക്നെസ് ടണലിൻ്റെ സ്പാനിനെയും എർത്ത് പ്രഷറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം എടുത്തൊന്ന് നോക്കുക. എന്നുവെച്ചാൽ എടുത്തൊന്ന് ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കുക.